വീണ്ടും പർപ്പിളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതൊരു പർപ്പിൾ ഹോളായിട്ടല്ല ചെയ്യുന്നത്, ഒരു ഫണ്ണി അൺബോക്സിങ് വീഡിയോ ആണ്. കാരണം ഇതിനകത്ത് മേടിച്ച സാധനങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്തവണത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിൻ്റെ ഫുൾ എമൗണ്ടും ഈ ഒരു പർച്ചേസിൻ്റെതാവും. കാരണം 2500 രൂപയ്ക്കാണ് എന്തെന്നില്ലാത്ത സാധനങ്ങളാണ് ഞാൻ മേടിച്ച് വെച്ചത്. രൂപയ്ക്ക് മേടിച്ചിട്ട് എനിക്ക് അവർ ഫ്രീ തന്നത് ഈ ഒരു ചെറിയൊരു ഫേസ് വാഷാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഫേസസ് കാനഡയുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. പിന്നെ മാമയെർത്തിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം, അതിൻ്റെ മണം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ട് ലിപ് ബാം ആയിരുന്നു. പിഗ്മെൻറ്റേഷൻ പോകാനുള്ള ലിപ് ബാം ആണ്, പക്ഷേ റേറ്റിനകത്ത് ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു, വളരെ ചെറുതാണ്, അതിനുള്ളിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻവൈബയുടെ സ്നഗിൾ സീക്രറ്റിൻ്റെ ലിപ്സ്റ്റിക്ക്, ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡോട്ട് കീയുടെ സ്ട്രോപ്പ് ക്രീം, ഇത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതാണ്, ഇതിൻ്റെ യൂസ് പോലും എനിക്കറിയില്ല. പിന്നെ വന്നിട്ട് സൺസ്ക്രീൻ, കുറേ നാളായി സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഒരു ക്ലെൻസറും മേടിച്ചു. പിന്നെ വന്നിട്ട് എൻവൈബയുടെ കൺസീലറാണ്, കവറേജ് കൺസീലറാണ് കേട്ടോ. പിന്നെ മാഴ്സിൻ്റെ ഹൈലൈറ്ററും. പിന്നെ വന്നിട്ട് ഏറ്റവും വില കുറഞ്ഞ ഒരു ബ്രഷ് മേടിച്ചു. ഇത് യൂസ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, ഇതൊക്കെ എന്താ സാധനമെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ റേച്ചലിൻ്റെ അക്ഷരയുടെ സഹായത്തോടു കൂടി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വാങ്ങിച്ച പകുതിയും ഫ്ലോപ്പായിട്ടുണ്ടെന്ന്. പിന്നെ ലിപ് ബാമിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് നോക്കുമ്പോഴാണ് അതിലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നല്ലതാണ്, എനിക്ക് ഫീൽ ചെയ്തു. മോയ്സ്ചറൈസ് ആവുന്നുണ്ട് ലിപ്പ്. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ അവിടെ മൂന്നാളും കൂടി ഓരോ തമാശയൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മേടിക്കുന്ന ഷെയ്ഡ് തന്നെയാണ്, പക്ഷേ എനിക്കെന്തോ ഷെയ്ഡിലൊരു വ്യത്യാസം ഫീൽ ചെയ്തു. ഷെയ്ഡിനൊരു ചേഞ്ച് വന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അക്ഷരയ്ക്ക് വാക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തലേ ദിവസം വാക്സ് ചെയ്ത് നല്ല ഫ്ലോപ്പായിരിക്കുകയാണ്. അപ്പോൾ അക്ഷരയ്ക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ അക്ഷരയ്ക്കും കൂടി ട്രൈ ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ നടക്കുന്നത്. അതിനുശേഷം റേച്ചൽ എനിക്ക് മുടി ഒന്ന് വെട്ടിത്തന്നു. ലെയറാണ് കട്ട് ചെയ്തത്, പക്ഷെ നീളമൊന്നും ലെങ്ത്തൊന്നും കുറച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോഴും വാക്സിൻ കഴിഞ്ഞിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.